ഹലോ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പ്ലാന്റ് പ്ലാൻസ്. നമുക്ക് കുറച്ച് പുതിയ പ്ലാൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇന്നൊരു സെയിൽ വീഡിയോ ആണ്. കുറച്ച് ജിഫിയിലുള്ള പ്ലാൻസും ജിഫിയിലുള്ള ഫേൺസും അതുകൂടാതെ കുറച്ച് പ്ലാൻസും ഒക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അതുപോലെ ഓൾ എന്ന ഓപ്ഷൻ കൂടി ക്ലിക്ക് ചെയ്ത് വെക്കണേ. ഇത് നമ്മുടെ കോട്ടൺ ക്യാൻഡി, എല്ലാവരുടെയും ഫേവറേറ്റ് ഫേണാണിത്. എൻ്റെ പഞ്ഞി പോലത്തെ ഇലകളാണ് ഇതിനുള്ളത്. അപ്പോൾ ഇതിൻ്റെ ഈ സൈസിലുള്ള ജിഫിയിലുള്ള പ്ലാന്റ്സ് ഇപ്പോൾ നമുക്ക് എത്തിയിട്ടുണ്ട്. കോട്ടൺ ക്യാൻഡി ഫേണിന് ഒരുപാട് ആരാധകരാണ് കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് വളർത്തിയെടുക്കാൻ പറ്റും. ഫേൺസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഇത് നമ്മുടെ ഗാർഡനിൽ നല്ലൊരു പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ബോസ്റ്റൺ ഫേണാണിത്. ഇതിൻ്റെയും ജിഫിയിലുള്ള തൈകൾ അവൈലബിൾ ആണ് കേട്ടോ. അപ്പോൾ മഴയൊക്കെ ആയാൽ നമ്മുടെ ഫേൺസ് പെട്ടെന്ന് നല്ല ബുഷിയായിട്ട് വളരുന്നത് കാണാം. ഫേൺസ് നമുക്ക് എപ്പോഴും ഹാങ്ങിങ് പോട്ടിലാണ് കേട്ടോ സെറ്റ് ചെയ്യാൻ നല്ലത്. ഇത് ഞാനൊരു ചെറിയ ജിഫിയിലുള്ള പ്ലാന്റ് വെച്ചതായിരുന്നു. അപ്പോൾ ഇത് നല്ലതായിട്ട് റൂട്ട്സ് ഒക്കെ സ്പ്രെഡായി പോട്ട് നിറയെ വന്നിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ഫേൺസിന് ഏറ്റവും സെലക്ട് ചെയ്യാൻ നല്ലത് ഹാങ്ങിങ് പോട്ട്സാണ്. കാരണം ഇതിൻ്റെ റൂട്ട്സ് ഒത്തിരി താഴേക്ക് വളരില്ല. കണ്ടോ, ഇതിൻ്റെ ജിഫിയൊന്നും ഇപ്പോഴും നശിച്ചു പോയിട്ടില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലെ ഒരു ചെറിയ കുഞ്ഞു തൈ വെച്ചാൽ ബുഷിയാക്കി എടുക്കാൻ പറ്റും. ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്യണം. ഒത്തിരി പൊക്കത്തിലുള്ള പോട്ട്സ് അല്ല, നല്ല വായ്വട്ടമുള്ള പോട്ട്സാണ് നമ്മൾ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത്. അതുപോലെ തന്നെ നമുക്ക് പോട്ടി മിക്സിൽ മണ്ണ്, കൊക്കോപ്പിറ്റ്, ചാണകപ്പൊടി അല്ലെങ്കിൽ മണൽ, ചാണകപ്പൊടി അങ്ങനെ ചേർത്ത് കൊടുക്കുക. കൂടുതലായിട്ട് വെള്ളം കെട്ടി നിൽക്കാതെ ശ്രദ്ധിക്കണം, അത് മാത്രമേ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ളൂ. അപ്പോൾ നമ്മുടെ ബോസ്റ്റൺ ഫേണിൻ്റെയൊക്കെ ജിഫിയിലുള്ള ഈ സൈസിലുള്ള തൈകളാണ് കേട്ടോ അപ്പോൾ വന്നിട്ടുള്ളത്. ജിഫിയിലായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇത് റൂട്ടൊന്നും ഡാമേജ് ആവാതെ വാങ്ങിക്കാൻ പറ്റും. അപ്പോൾ പെട്ടെന്ന് തന്നെ ബുഷിയാക്കി എടുക്കാൻ പറ്റും. ഹാങ്ങിങ് പോട്ടിൽ സെറ്റ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ഗാർഡനിലും നല്ല പച്ചപ്പ് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ നമ്മുടെ കോട്ടൺ ക്യാൻഡിയുടെ ഒക്കെ ഇത്രയും സൈസുള്ള തൈകളാണ്, പറ്റ കുഞ്ഞു തൈകളല്ല കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ ഇതുപോലെ ആയിരിക്കും ഇതിൻ്റെ സൈസൊക്കെ. ഞാൻ ഒന്നുകൂടി കാണാൻ വേണ്ടിയിട്ട് കാണിക്കുകയാണ്. നേരിട്ടുള്ള ഒരു സൺലൈറ്റ് കിട്ടാത്ത ഏതെങ്കിലും ഭാഗത്ത് ഹാങ് ചെയ്ത് വെച്ചാൽ മതി. പോട്ടിൽ വെള്ളം കെട്ടിക്കിടക്കാതെ ശ്രദ്ധിക്കുകയും ചെയ്യുക. നമ്മുടെ ബേർഡ് നെസ്റ്റ് ഫേണിൻ്റെ ഒരു വീഡിയോ ഞാൻ കഴിഞ്ഞ പ്രാവശ്യം ചെയ്തിരുന്നു. അപ്പോൾ കുറച്ച് ചെറിയ തൈകൾ മാത്രം ബാക്കിയുള്ളൂ. ഇത് നമ്മുടെ ഫോക്സ് ടെയിൽ ഫേണാണ്. ഇത് ജിഫിയിലല്ല വന്നിട്ടുള്ളത്, ഇത് കവറിലാണ്. ഇതിൻ്റെ താഴ്ഭാഗത്ത് ഒരു കിഴങ്ങ് പോലെ ഉണ്ടായിരിക്കും കേട്ടോ. ഇത് നല്ല വലിയ പ്ലാന്റ് ആകുമ്പോൾ കാണാനായിട്ട് നല്ല ഭംഗിയാണ്, അടിപൊളിയായിട്ട് വരും. ഇതുപോലെയൊക്കെ വരും കേട്ടോ. അപ്പോൾ നമുക്കിപ്പോൾ ഈ 3 ഫേൺസിൻ്റെയും കോംബോ ഓഫറാണ് ഫസ്റ്റ് ഉള്ളത്. ഫോക്സ് ടെയിൽ ഫേണിൻ്റെ ഒരു തൈയും, ബോസ്റ്റൺ ഫേണിൻ്റെ ഒരു ജിഫി പ്ലാന്റും, കോട്ടൺ ക്യാൻഡിയുടെ ഒരു ജിഫി പ്ലാന്റും. ഈ 3 പ്ലാന്റ്സിൻ്റെയും കോംബോ ഓഫർ റേറ്റ് വരുന്നത് 320 രൂപ മാത്രമാണ് കേട്ടോ. അപ്പോൾ ആരും ഈ ഓഫർ മിസ്സാക്കണ്ട. എൻ്റെ വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാന്റിൻ്റെ സ്ക്രീൻഷോട്ട് എടുത്ത് വാട്സപ്പ് ചെയ്യുക. ഇനി ഗോൾഡൻ ഫേണിൻ്റെ ഒരു ചെറിയ തൈയാണിത്. നിങ്ങളുടെ കയ്യിൽ ഈ കോംബോയിലുള്ള ഏതെങ്കിലും ഫേൺസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഇതിലേതെങ്കിലുമൊക്കെ മാറ്റിയെടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ ഇതൊന്നും ഒരുപാട് സ്റ്റോക്കില്ല, കുറച്ച് തൈകൾ മാത്രമേ സ്റ്റോക്കുള്ളൂ നമുക്ക്. ഇതിൻ്റെ കയ്യിലുണ്ടായിരുന്ന റാബിറ്റ്സ് ഫുഡ് ഫേണാണ്. ഇതിപ്പോൾ വെയിലായപ്പോൾ നല്ല ഇലകളൊക്കെ ഉണങ്ങി പോയിരുന്നു കേട്ടോ. ഞാൻ വിചാരിച്ചു ഈ പ്ലാന്റ് പോയി എന്നാണ്, നല്ല ചൂടായിരുന്നല്ലോ നമുക്ക്. അപ്പോൾ ഇപ്പോൾ മഴയൊക്കെ പെയ്തപ്പോൾ ഇതിന് പുതിയ ഇലകളൊക്കെ വന്ന് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട്. ഇതിൻ്റെ ഇലകളൊക്കെ നല്ല കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട് കേട്ടോ, പുതിയ ഇലകളായതുകൊണ്ടാണ്. ഇതിൻ്റെ ഇലകൾ മാത്രമല്ല, ഇതിൻ്റെ റൂട്ട്സും നല്ല ഭംഗിയാണ് കേട്ടോ കാണാൻ. അപ്പോൾ ഇതുപോലത്തെ കുറച്ച് തൈകൾ മാത്രം നമുക്ക് വന്നിട്ടുണ്ട്. 250 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് കേട്ടോ. കുറച്ച് മാത്രമേ സ്റ്റോക്കുള്ളൂ. അപ്പോൾ ആവശ്യമുള്ളവർ പെട്ടെന്ന് തന്നെ ഓർഡർ ചെയ്തോളൂ. ഇത് ഞാൻ ഹാങ്ങിങ് പോട്ടിലല്ല കേട്ടോ വെച്ചിട്ടുള്ളത്. ഇതും ഹാങ്ങിങ് പോട്ടിലാണെങ്കിലാണ് ഇതിൻ്റെ റൂട്ട്സും ഇലകളെപ്പോലെ ഇങ്ങനെ പുറത്തേക്ക് വളർന്നു വരും കേട്ടോ. ഇത് നമ്മുടെ ഗോൾഡൻ ഫേണാണ്. നല്ല ഗോൾഡൻ നിയോൺ കളറാണ് കേട്ടോ അതിനുള്ളത്. അപ്പോൾ ഇത്രയും സൈസുള്ള തൈകൾ കുറച്ച് വന്നിട്ടുണ്ട്. 200 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. ഇതും കുറച്ച് തൈകളേ ഉള്ളൂ കേട്ടോ. അപ്പോൾ ആർക്കെങ്കിലും വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ഓർഡർ ചെയ്തോളൂ. ഇതുപോലെയുള്ള ബുഷി പ്ലാന്റ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വെക്കാം. ഇതിൻ്റെ തന്നെ ഗ്രീൻ കളറായിട്ടുള്ള ഒരു വെറൈറ്റിയും കൂടെ വന്നിട്ടുണ്ട്. ഇതിൻ്റെ ചെറിയ തൈകളുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഫേൺസ് അല്ലാതെ കുറച്ച് പ്ലാന്റ്സ് എത്തിയിട്ടുണ്ട്. സിനേറിയ 2 കളേഴ്സ് വന്നിട്ടുണ്ട്. ജിഫിയിലുള്ള പ്ലാന്റാണ്.
അപ്പോൾ 2 കളേഴ്സിനും കോംബോ ഓഫർ റേറ്റ് വരുന്നത് 100 രൂപ മാത്രമാണ് കേട്ടോ. ഇതൊരു കാക്ടസ് പോലെ തന്നെയുള്ളൊരു പ്ലാന്റാണ്. അപ്പോൾ ഒരുപാട് വെള്ളം കൂടി പോവാതെ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പെൻസിൽ കാക്ടസിൻ്റെ 2 വെറൈറ്റീസ് ഉണ്ട്. ഇത് നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ വളർത്താൻ പറ്റും കേട്ടോ. ഇതുപോലെ നല്ല ഹാങ്ങിങ് പോട്ടിൽ വെക്കുകയാണെങ്കിൽ നന്നായിട്ട് തന്നെ വളരും. ഇതൊരു 6 മാസമൊക്കെ ആയിട്ടുണ്ട് ഞാൻ വെച്ചിട്ട്. അപ്പോൾ ഇതുപോലെ നിങ്ങൾക്ക് വളർത്തിയെടുക്കാൻ പറ്റും. ചെറിയൊരു തൈ വെച്ച് തന്നെ ആയിരുന്നു കേട്ടോ. ഇത് കൂടുതലായിട്ട് വെള്ളം കൊടുക്കരുത്. നമ്മൾ മണൽ പോലത്തെ ഒക്കെ പോട്ടി മിക്സാണ് ഇതിന് ഏറ്റവും ഇഷ്ടം. ചെറിയ പോട്ടിൽ വെച്ച് കൊടുത്താൽ മതി ആദ്യം, പിന്നീട് കുറച്ച് വലുതായിട്ട് ഹാങ്ങിങ് പോട്ടിലേക്ക് മാറ്റി കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയാണ്, നല്ല ഹാങ് ചെയ്തിട്ട് തന്നെ വളരും കേട്ടോ. അപ്പോൾ ഇതുപോലെ ജിഫിയിൽ നല്ല റൂട്ടഡ് ആയിട്ടുള്ള തൈകളാണ് വന്നിട്ടുള്ളത്. 100 രൂപ മാത്രമാണ് കേട്ടോ റേറ്റ് വരുന്നത്. ഇത് നമ്മുടെ പിങ്ക് ലേഡി, നല്ല പിങ്ക് കളറുള്ള ഹാങ്ങിങ് പ്ലാന്റ് ആണിത്. ഇത് ജിഫിയിലുള്ള തൈകളാണ്, കുറച്ച് തൈകൾ മാത്രം എത്തിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതുപോലെ ആയിരിക്കും പ്ലാന്റ് സൈസ് വരുന്നത്. നമുക്ക് ഹാങ്ങിങ് പോട്ടിൽ കുറച്ചൊരു വെയിലുള്ള ഭാഗത്ത് സൺലൈറ്റ് വേണം അതിന്. അപ്പോൾ വെയിലുള്ള ഭാഗത്ത് സെറ്റ് ചെയ്ത് വെക്കാൻ പറ്റും. 50 രൂപയാണ് ഇതിൻ്റെ. ഇനി നമുക്ക് കുറച്ച് വലിയ പ്ലാന്റ്സ് കാണാം. കുറച്ച് വലിയ വെറൈറ്റി ഫിലോഡൻഡ്രൻസ് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഓരോന്നായിട്ട് കാണിക്കും. ഇത് നമ്മുടെ ഫിലോഡൻഡ്രൻ വെറൈറ്റിയായ ഗോൾഡൻ മെലനോനി. ഇതിൻ്റെ ഒരു വലിയ സൈസ് പ്ലാന്റ് ആണ് കേട്ടോ. അപ്പോൾ വലിയ സൈസിലുള്ള കുറച്ച് തൈകൾ ഇപ്പോൾ എത്തിയിട്ടുണ്ട്. 350 ഇതിൻ്റെ പ്രൈസ് വരുന്നത്. അതുപോലെ തന്നെ നമ്മുടെ വേറൊരു ഫിലോഡൻഡ്രൻ വെറൈറ്റിയാണ് ഇത്. ഇതും അതുപോലെ 350 പ്രൈസ് വരുന്നത്. ഇത് ഗോൾഡൻ സാനഡോ, 200 രൂപയാണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. നല്ല ബുഷിയായിട്ടുള്ള തൈകളാണ് വന്നിട്ടുള്ളത്. ഇത് പെയിൻറ്റഡ് ലേഡി, 350 റേറ്റ് വരുന്നത്. അപ്പോൾ ഇതൊക്കെ കുറച്ച് തൈകൾ മാത്രമേ ഉള്ളൂ കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ മെസ്സേജ് ചെയ്തോളൂ. ഇത് നമ്മുടെ മിൽക്ക് കോൺഫെറ്റിയുടെ നല്ല കളറായിട്ടുള്ള തൈകൾ അവൈലബിൾ ആണ്. 190 രൂപയാണ് ഈ സൈസിലുള്ള തൈകൾക്ക്. അപ്പോൾ നിങ്ങൾക്ക് ഏതെങ്കിലും പ്ലാന്റ്സ് വേണമെങ്കിൽ എൻ്റെ നമ്പർ താഴെ കൊടുത്തിട്ടുണ്ട്. വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചാൽ മതി കേട്ടോ. അതുപോലെ ഫിലോ മെക്സിക്കാനും 200 രൂപയാണ് ഈ സൈസിലുള്ള തൈകൾ. ഒത്തിരി വലിയ ലീഫാവും കേട്ടോ അതിൻ്റെ. അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും, അതുപോലെ നമ്മുടെ വീഡിയോ നിങ്ങളുടെ ചെടികൾ ഇഷ്ടപ്പെടുന്ന കൂട്ടുകാർക്കോ റിലേറ്റീവ്സിനോ ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ. ഇനിയും പുതിയ പ്ലാന്റ്സിൻ്റെ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. ബൈ.